സുനിത വില്യംസിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ബഹിരാകാശ സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ന് രാവിലെ 10:21 സംഘം നിലയത്തിലെത്തിയത്. ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സംഘവും ബഹിരാകാശത്തെത്തി. ചൊവ്വാഴ്ച രാവിലെ 10:21 സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത്. റഷ്യൻ നിർമ്മിത സോയുസ് DMA-05M ബഹിരാകാശ പേടകത്തിൽ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ പ്രവേശിച്ചതെന്ന് നാസ വ്യക്തമാക്കി. കസാക്കിസ്ഥാനിലെ ബൈക്കോനോർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 8:10 സുനിതയുടെ നേതൃത്വത്തിലുള്ള സംഘം ബഹിരാകാശത്തേക്ക് കുതിച്ചത്. റഷ്യൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയിലെ അക്കിഹിക്കോ ഹോഷീദ് എന്നിവരാണ് സുനിതയുടെ സഹയാത്രികർ. കമാൻഡറായുള്ള സുനിതയുടെ ആദ്യ യാത്രയാണിത്. 4 മാസം അവർ ഇവിടെ താമസിക്കും. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ പൗരത്വമുള്ള സുനിത യാത്ര തിരിച്ചത്. Actually, it was like camping, and now we're, at a nice hotel. But seriously, we got a lot of sleep. We had to do a little bit of work and a lot to eat, so we feel pretty good. Our hair looks pretty good. My hair is almost as long as Gennadi's. ശൂന്യാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചെന്ന ബഹുമതി നേടിയ ഇന്ത്യൻ വംശീയായ സുനിത വില്യംസിന്റെ 2ാം ബഹിരാകാശ യാത്രയാണിത്. സുനിതയുടെ ആദ്യ ബഹിരാകാശ യാത്ര 2006 ഡിസംബർ 9 195 ദിവസം അവർ അവിടെ ചെലവഴിച്ചു. ബഹിരാകാശത്ത് കഴിയുന്നതിനിടെ 4 തവണയായി ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയെന്ന റെക്കോർഡും സുനിത സ്വന്തമാക്കി. 29 മണിക്കൂറും 17 മിനിറ്റും അവർ ബഹിരാകാശത്തു കൂടി നടന്നു.